ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്, മൈദയൊന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാം. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ചിരുവിയ തേങ്ങയും മധുരത്തിനായിട്ട് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് റവയൊക്കെ തേങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനൊരു 1/4 കപ്പോളം വെള്ളവും കൂടി മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടി ബാറ്ററിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അത് നോക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മളെടുക്കുന്ന റവയ്ക്കും പൊടിക്കനുസരിച്ച് ചെറിയൊരു മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോളം അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 3 എടുക്കാം. അത് ഇതുപോലെ നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്ത് പോയിട്ടുള്ള പഴം എടുക്കരുത്. ഒരു മീഡിയം പഴുപ്പുള്ള പഴം വേണം എടുക്കാൻ. എന്നാലാണ് ഈ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റായിട്ട് തോന്നുള്ളൂ. അപ്പോൾ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ നെയ്യിൽ പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പഴം ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ഒക്കെ മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് പിന്നെ ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. തേങ്ങ ചേർത്തിട്ടൊന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സ്നാക്ക് ആവിയിൽ വേവിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ബൗളുകൾ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലാസ്സുകളിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ ഒരു പാത്രം എടുത്താൽ മതി. പ്ലേറ്റിലാകുമ്പോൾ ഒന്നിച്ചൊരൊറ്റ സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് പാത്രത്തിലാണെങ്കിലും അതിലേക്ക് സ്നാക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ആവി കയറ്റുന്ന പാത്രത്തിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പ്ലേറ്റ്. എന്നിട്ട് അതിലേക്ക് 2 തവി മാവ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഫില്ലിങ്ങിൻ്റെ പകുതി ഭാഗം നമുക്കിതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഇതുപോലെ 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്താണ് ഈ സ്നാക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് പഴത്തിൻ്റെ പീസ് എല്ലായിടത്തേക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഫില്ലിങ്ങിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് 2-3 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ ഫില്ലിങ് ഇളകാത്ത രീതിയിൽ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ബാക്കിയുള്ള ഫില്ലിങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പാത്രത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇളക്കി എടുക്കാനും പറ്റും. അതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുത്തി നോക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സ്ക്യൂവറിലൊന്നും പറ്റി പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ചൂടോട് കൂടിയിട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒട്ടി പിടിക്കുന്നത് പോലെ ഉണ്ടാവും. അത് ഒന്ന് തണുത്താൽ ശരിയായിക്കോളും. ഇതിപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എണ്ണയിൽ ഫ്രൈ ചെയ്ത സ്നാക്സ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.